വരട്ടെ 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 അടുത്ത ആൾ വരട്ടെ. ജോയലെ അത് സാർ നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് അല്ലേ വിട്ടുകൊടുക്കും. ജോയെ ശ്രമിക്കണം പറ്റുമോ? അപ്പൊ നമുക്ക് പ്രൈസ് അറിയാം അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ ഗിരീഷ് രാജേഷേ പ്രൈസ് ഫിനിഷ് എന്നാ പ്രൈസ് എടുത്തോണ്ട് അതിനാ പറഞ്ഞില്ല പ്രൈസ് ഉണ്ടെന്ന്. നിക്ക് അവിടെ നമ്മുടെ ആ സ്ക്രീനൊക്കെ നോട്ടെ. ആരെങ്കിലും കൊടുക്കും ആ ഫോട്ടോ തപ്പണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിൽ പോകുകയാണെങ്കിൽ നമുക്കൊരു പാട്ടിലേക്ക് പോവാം. അനൂപാണ് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പോകുന്ന സിംഗർ. അതിനോട് ഒരുപാട് സ്റ്റേജസിൽ പെർഫോം ചെയ്യുന്ന ആളാണ്. അനൂപിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട്. ഏതോ പാട്ടാണ് അടിപൊളി പാട്ടാണോ അതൊരു മെലഡിയിൽ പാട്ടാണ് അല്ലേ? ഓക്കെ സോ ഓൾഡ് Good evening.
Thank you, Anu. Everybody can magic show. Magician needs around half an hour magic night. So, we will go to the game. After game, couples ne बैठना. So, और अगर couples तो अलग-अलग पार्टी होना मिलेंगे सारे या तो नालो आइडल couples आधार पर होगा तो जोड़ो. तो नाले सेशन गेम पाया. ഇനി ചോട് പറഞ്ഞിട്ട് നമുക്ക് ക്യാമറ നോക്കണ്ട One, two, three, four. Nila? Hello? Okay, Prabhupada. Okay, now you know. Trusting the monkey. Trusting the monkey. ये तो है तो निकला तो अपना निकल फुल्ला एक मामी बोले. अरे ये ഒരു റോബോട്ടിനെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് താഴെ തുടങ്ങാം മുകളിൽ തുടങ്ങാം എങ്ങനെ വേണം തുടങ്ങാം ടൈമും പോലെ കളിക്കാത്തവരാണ് ജഡ്ജസ് ഏറ്റവും നല്ല മാമിയെ നിങ്ങളും തിരഞ്ഞെടുക്കും അപ്പൊ കുറച്ച് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആ സ്റ്റേജിലോട്ട് കയറി അല്ല സ്റ്റേജിലോട്ട് കയറിക്കാണോ സൗകര്യം
കാല് കെട്ടിയിട്ടു. ഇവിടെ പൊട്ടാതെ രണ്ട് പേർ പൊട്ടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 പേർ വീണ്ടും കുറെ ചെയ്ത് കളിക്കാറുണ്ടോ? ശൈലി അതല്ല, ഈ സന്ധ്യക്ക് ഇറങ്ങി പോകാൻ പിടിച്ച് കെട്ടിയിരുന്നതാ. അത് റോബോട്ട് ആക്കിയല്ലോ അങ്ങേറ്റം. ശരിയല്ലേ കിട്ടും. നല്ല ഫോട്ടോസ് എടുത്തോ. ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ക് ആക്കാം ഇവരുടെയൊക്കെ. അധികം തിരിയണ്ട, ചുറ്റിയത് അഴിഞ്ഞു പോരുന്നു. അയവാ കലക്കി. അതാരാ ആ കപ്പിളിന്റെ പേര്? മിസ്റ്റർ ആൻഡ് മിസ്സിസ് സാം. പിന്നെ ഇവിടെ സംഗീത്. തീർന്നു. ഇനി വേണോ ടിഷ്യൂ? ഇനി വേണ്ട. രണ്ടെണ്ണം 2 റോൾ. അവിടുത്തെ റോള് തീരട്ടെ. ടിഷ്യൂ ബാക്കിയുണ്ടോ? തീർത്തേക്ക്. മൂക്കില് കെട്ട് വന്നിട്ടില്ല, അതും കൂടി ഒന്ന് കെട്ടിക്കോ. അയ്യോ, അവിടെ മൂക്കും വായും ഒക്കെ മൂടി. കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞു. അപ്പോ വിന്നറിനെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം.
ഓക്കെ, അതാരാ? അയ്യോ അഴിക്കല്ലേ റോജർ. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ കൈ പൊക്കുന്ന ആള്, നിങ്ങൾ കൈ പൊക്കുക. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് വിന്നർ. സാമിന് വേണ്ടി എത്ര പേര് കൈ പൊക്കുന്നു? സാം, അതായത് കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സംഗീത് രണ്ടിനും പൊക്കിയില്ലേ? ഓക്കെ, പൊക്കൂ. 1 2 3 4 5 6 7. അപ്പോ വിന്നർ ഈസ് സാം. സാം ആൻഡ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സാം. ഫോട്ടോ ഒക്കെ എടുത്തല്ലോ എല്ലാവരും? അപ്പോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സാമിനും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സംഗീതിനും ഗിഫ്റ്റ് ഉണ്ട്. ആരാ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഷബീർ. Congrats winners. കയ്യടി ക്ലാപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പാട്ടിലേക്ക് കൂടി പോയിട്ട് മാജിക്കിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഒരു സോങ്, അനൂപ് അഗെയിൻ ഒരു മെലഡിയുമായി. ഇതൊരു ഡ്യുവറ്റ് സോങ് ആണ്. അപ്പോൾ നമുക്ക് ഒരാളുള്ള കാരണം ഞാൻ തന്നെ പാടാൻ പോവാത്. മഴത്തുള്ളിപ്പളുങ്കുകൾ കിലുകിലെ കിലുങ്ങുന്ന മണിച്ചിലമ്പണിയുന്നതാരോ, പ്രണയം പെയ്തിറങ്ങും പൂങ്കുളിരോ. മണിക്കൊക്കുമുരുമി നല്ലിളം ചൂടു പകരാൻ എന്നിണക്കിളി തിരയുന്നതാരേ, അരികിലെന്നഴകേ നീ അണയും. ആഹാ 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 ആഹാ. ഏതു കാട്ടിലെ താഴമ്പൂമണം
മാറിൽ മയങ്ങും ഇളമാനോ ഇതുവഴി വരൂ പ്രിയ സഖി വരൂ ഒരു കാറ്റിൻ മൃദുസ്പർശമോ നീയോ ആലോലം മഴത്തുള്ളി പളുങ്കുകൾ കിലുക്കിലെ കിലുങ്ങുന്ന മണിച്ചിലമ്പണിയുന്നതാരോ പ്രണയം പെയ്തിറങ്ങും പൂങ്കുളിരോ താഴെ ഭൂമി തൻ മാറിൽ വാനമേ മേഘമൽഹാര പെയ്തിറങ്ങിവാ നീളവെയിലലകളിൽ ഒഴുകി വന്നണയും ശലഭങ്ങൾ മുകരും വയൽ പൂവോ ഇതുവഴി വരൂ പ്രിയ സഖി വരൂ ഇനി ഇന്നീ മലർ മഞ്ചമോ നീതൻ പൂങ്കാവോ മഴത്തുള്ളി പളുങ്കുകൾ കിലുക്കിലെ കിലുങ്ങുന്ന മണിച്ചിലമ്പണിയുന്നതാരോ പ്രണയം പെയ്തിറങ്ങും പൂങ്കുളിരോ മണിക്കൊക്കുമൊരുമിനല്ലിളം ചൂടു പകരാൻ നീണക്കിളി തിരയുന്നതാരേ അരികിലെന്നഴകേ നീയണയും ആഹാ 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 താങ്ക് യു. താങ്ക് യു അനൂപ്. ആകെ നമ്മളൊരു 10-22 പേരേ ഉള്ളൂ, പക്ഷെ കൈയടിച്ചത് ആകെ ഒരു 10 പേരാണ്. എല്ലാവരും കൂടി ഒരു വെരി ഗുഡ്, താങ്ക് യു. മജീഷ്യൻ റെഡി ആയിട്ടുണ്ടോ? 5 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് 5 മിനിറ്റ് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കായിട്ടൊരു ഗെയിം നടത്താം. ഇവിടെ എത്ര കുട്ടികളുണ്ട്? 1 2 3 4 4. വാ, അയാൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിം അല്ല അത്, എന്നാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. വാ, നിങ്ങൾ 4 വാ, ഗെയിം കളിക്കണ്ടേ? വാ മോള് വാ വാ വാ. ആയി, പ്രൈസ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്രൈസ് ഉണ്ട്. വാ, ആകെ 4 പേരേ ഉള്ളൂ. കമോൺ, വെരി ഗുഡ്. ഒരാളോ, മോന്റെ പേരെന്താ? റയാൻ. റയാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഗ്രേഡ് 3 റയാൻ വന്നു. ഇനി എന്താ നിങ്ങളൊന്നും വരാത്തെ? വെരി ഗുഡ്. മോളുടെ പേരെന്താ? അഹീറ. അഹീറ ഏത് ക്ലാസ്സിലാണ്? സെക്കൻഡ് എച്ച്. മോന്റെ പേരെന്താ? നിഞ്ചി. നിഞ്ചി. ഇയാളുടെ പേരെന്താ? അഹിയൽ. അഹിയൽ. അഹിയൽ ഏത് ക്ലാസ്സിലാണ്? 1B. 1B. പേരെന്താ? ബിറ്റീന. ബിറ്റീന ഏത് ക്ലാസ്സിലാണ്? KG2A. KG2A ലാണല്ലേ? ഓക്കെ. എന്താ ഗെയിം എന്നറിയോ? ഹലോ, എന്താ ഗെയിം എന്നറിയോ? അങ്കിൾ ഓരോ സാധനം ആവശ്യപ്പെടും. ഓക്കെ, ഓരോ സാധനം ചോദിക്കും. അത് എത്രയും പെട്ടെന്ന് ഓടിപ്പോയി എടുത്തിട്ട് അങ്കിളിന് കൊടുന്നു തരണം. അങ്കിൾ ചിലപ്പോ സ്പൂൺ ചോദിക്കും, ചിലപ്പോ ടിഷ്യൂ ചോദിക്കും, ചിലപ്പോ ഒരു ബലൂൺ ചോദിക്കും. അത് ഓടിപ്പോയി തപ്പിപ്പിടിച്ച് എടുത്തിട്ട് അങ്കിളിന് കൊടുന്നു തരണം. ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾ ഔട്ടാവും. ലാസ്റ്റ് വരുന്ന ആൾ ഔട്ടാവും. മനസ്സിലായോ? ഗെയിം മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്കൊരു ട്രയൽ നോക്കാം. ഒരു ട്രയൽ. മൈക്ക് വേണോ നിനക്ക്? പാടുവോ? ഒരു പാട്ട്. ഓക്കെ, നമുക്കൊരു ട്രയൽ. ഒരു ട്രയൽ. ഓക്കെ, എല്ലാവരും ഇവിടെ ഇറങ്ങി നിന്നോ. I want a spoon. 1 2 3. ഇങ്ങനെ ലാസ്റ്റ് വന്ന ഔട്ടാവും. ഓക്കെ, ഇങ്ങനെ ലാസ്റ്റ് വന്ന ഔട്ടാവും. മനസ്സിലായോ?
ഗെയിം മനസ്സിലായോ? താങ്ക് യു. ഫോർക്കും സ്പൂണും കിട്ടി. ഓക്കെ, ഇതൊക്കെ തിരിച്ചു കൊണ്ടേ വെച്ചോ, എല്ലാ ആ ടേബിളിന്റെ മുകളിൽ കൊണ്ടേ വെച്ചോ. ഇനി നമുക്ക് ഗെയിം തുടങ്ങാം. ഇവിടെ ഇറങ്ങി നിന്നോ, ഇവിടെ ഇറങ്ങി നിന്നാലേ അങ്ങോട്ട് ഓടി പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം മനസ്സിലായില്ലേ? ഐ നീഡ് യുവർ മമ്മാസ് ബാംഗിൾ. അമ്മയുടെ വള. അയ്യോ, ഇവിടെ വള ഇല്ലല്ലോ. അമ്മ വള. അപ്പൊ നമുക്ക് ഒന്നുകൂടി കളിക്കാം. അത് തിരിച്ചു കൊണ്ടേ കൊടുക്കുക. അതത് അമ്മമാർക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്കുക. ഓക്കെ, അച്ഛന്റെ പേഴ്സ്. അച്ഛനില്ലാത്തവരുണ്ടോ? ഈശ്വര, അതാരത്? അതാരാ വരാത്തവര് ആണോ? ഓക്കെ, എന്നാ ശരി, എന്നാ പേഴ്സ് കൊടുത്തു. നമുക്ക് വേറെ കളി കളിക്കാം. ഓക്കെ, ഇവിടെ കുറെ അങ്കിൾമാരുണ്ടല്ലോ. ആരുടെയെങ്കിലും എടുക്കാം കേട്ടോ. കുറെ അങ്കിൾമാരുണ്ട്. ഓക്കെ, നോക്കി വെച്ചോ. കുറെ അങ്കിൾമാർ നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരു വാച്ച് വേണം. വാച്ച്. യെസ്, 2 3. അയ്യോ, ലാസ്റ്റ് വന്നു, ഔട്ടായി. ഓക്കെ, ലാസ്റ്റ് വന്ന ആൾ ഔട്ടായി. മോള് ലാസ്റ്റ് വന്നു, സോ ഔട്ടായി. അടുത്ത ഗെയിം കളിക്കാൻ. ഓക്കെ കേട്ടോ. ഇതാ, ഇത് തിരിച്ചു കൊണ്ടേ കൊടുത്തോ. യെസ്, വാ, ആ 3 പേര് വായനി. ഓക്കെ, ഇനി എനിക്ക് ഒരു ടിഷ്യൂ ബോക്സ്. അയ്യോ, ടിഷ്യൂ ബോക്സ് കിട്ടിയില്ലേ? അയ്യോ, ടിഷ്യൂ ബോക്സ് കിട്ടിയില്ല. താങ്ക് യു. അപ്പൊ ഔട്ടായി കേട്ടോ. ടിഷ്യൂ ബോക്സ് കിട്ടാത്തതുകൊണ്ട് ഔട്ടായി. അപ്പൊ ഇനി 2 പേര്. ഇതാ, ഇത് തിരിച്ചു കൊണ്ടേ വെച്ചോ. അമ്മ വന്നുണ്ടോ? ഇനി അത് ചോദിക്കാം ആദ്യം. അമ്മ വന്നുണ്ടോ? ഇയാളുടെ അമ്മ വന്നുണ്ടോ? ഓക്കെ. അച്ഛനോ? അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, അപ്പോ എനിക്ക് അമ്മയുടെ ബാഗ്. അപ്പൊ ഇയാളാണ് വിന്നർ. ഓക്കെ, ഇതെന്തത്? പേഴ്സോ? ഇതാരുടേത്? ഓ, അതിന്റെ ഉള്ളിൽ നിന്ന് വേണതാ. മോന്റെ പേരെന്താ? റയാൻ. അപ്പൊ റയാൻ ആണ് വിന്നർ. ഓക്കെ, ഇയാൾ സെക്കൻഡ്. അപ്പൊ 2 പേർക്കും പ്രൈസ് ഉണ്ട്. ഫസ്റ്റിനും സെക്കൻഡിനും പ്രൈസ്. ഓക്കെ, പ്രൈസ് തീർന്നല്ലോ. ഇവിടെ ആരാ പ്രൈസ് കൊടുക്കുന്നേ? അല്ല, കൊടുക്കുന്നവരാ? നമ്മുടെ നേരത്തെ കപ്പിൾ ഗെയിംസിലെ വിന്നർ സാം കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കും. കയ്യടി, പിള്ളേർക്ക് ഒരു കയ്യടി കൊടുക്കല്ലേ. താങ്ക് യു. ഇപ്പൊ മജീഷ്യൻ റെഡിയാണെന്ന് വിചാരിക്കണോ? 5 മിനിറ്റ് ചോദിച്ചു, 7 മിനിറ്റ് കഴിഞ്ഞു. റെഡി അല്ലേ? ഓക്കെ, മജീഷ്യൻ അപ്പൊ നമുക്കിനി എല്ലാവർക്കും മാജിക് കാണാം. നമ്മുടെ മജീഷ്യന്റെ പേരാണ് അസ്ലം. അസ്ലം ഇസ് കമ്മിങ് ഫ്രം ഷാർജ. നിങ്ങൾക്കായിട്ട് മാജിക് കാണിക്കാൻ. ഓ, ടേബിൾ ആണ്. ഓക്കെ,
Aslam.
Ladies and gentlemen, check. കഴിഞ്ഞോ? Finished. Friends, this was Mr. Aslam. കഴിഞ്ഞ 45 മിനിറ്റായി നമ്മളെല്ലാവരും എന്റർടൈൻ ചെയ്തു. So please give him a big round of applause, everyone. Thank you, Mr. Aslam. കഴിഞ്ഞൊരു 40 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇവിടെ വീണ്ടും കുറച്ചധികം പേര് വരികയുണ്ടായി. സോ അതിൽ 2 പേര് സൂപ്പർ സീനിയേഴ്സ് ആണ് ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ. സോ ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദം ടു എവറിബഡി എൽസ്. ദാറ്റ് ഈസ് മിസ്റ്റർ വേണു ഫ്രം ദ 1983 ബാച്ച് ആൻഡ് മിസ്റ്റർ സജി ഫ്രം ദ 1981 ബാച്ച്. നിങ്ങൾ രണ്ടുപേരും ഒരു സെൽഫ് ഇൻട്രോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്. മിസ്റ്റർ സജി. ഞാൻ സജി തോമസ്. 81 ഹോളി ഏഞ്ചൽസിൽ നിന്ന് പാസ് ഔട്ടായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം സ്കൂളിൽ ഒന്ന് പോയിരുന്നു. ആ സമയത്ത് നമ്മുടെ ലിഡിയ ടീച്ചർ ഷീ ഹാസ് ഓൾറെഡി റിട്ടയർഡ് ഐ തിങ്ക്. അപ്പോൾ അടുത്ത വർഷം നമ്മുടെ ഒരു ഗ്രാൻഡ് ഗെറ്റ് ടുഗദർ ജൂബിലി ആയിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ വീട് തുമ്പമൺ വടക്കേക്കരയാണ്. വൈഫ് ഡോക്ടർ ഷേർലി. ഞങ്ങൾ ഖത്തറിലായിരുന്നു. അപ്പോൾ ഇപ്പം വളരെ കുറച്ച് നാളായുള്ളൂ ഞാൻ ഈ ദുബൈയിലേക്ക് മൂവ് ചെയ്തിട്ട്. അൽസ്റ്റം എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 3 പേരാണ് മക്കൾ. നൗ ദേ ഓപ്റ്റ് കൊച്ചിൻ. അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെയാണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ വന്നും പോയും ഇരിക്കുന്നു. ഇൻഫാക്റ്റ് ഞങ്ങൾ രണ്ടാമത്തെ തേർഡ് ബാച്ചാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്കൂളിലേക്ക് വരാനുള്ള വൺ ഓഫ് ദ റീസൺ ഈ 100% വിജയം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം എൻ്റെ ഫാദറിന് ചാച്ചനൊരു നിർബന്ധം നല്ല സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ടോ. അപ്പം അന്ന് ഇടുക്കള സാറാണ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു കാര്യം സത്യമായിട്ട് പറയാം, നമ്മളുടെ ആ റീജിയണിൽ ആ രീതിയിലൊരു എഡ്യൂക്കേഷൻ കിട്ടാനൊരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായെന്നാണ് ഞാൻ ഇപ്പം കണക്ക് കൂട്ടുന്നത്. അപ്പം അന്നത്തെ ഒരു തമാശയുണ്ട്. ഞങ്ങൾ ഈ ടൈ കെട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ ഒരു മഹാമെനക്കെട്. ഒന്നാമത് ഞാൻ 2 ബസ് മാറി കയറിയിട്ടാണ് അടൂരെത്തുന്നത്. അന്ന് ഈ പാലമില്ല. അപ്പം തുമ്പമൺ വടക്കേക്കരയിൽ എയ്തർ ഐ ഹാവ് ടു ഗോ ടു പന്തളം ദെൻ ക്യാച്ച് അപ്പ് ദ KSRTC ആൻഡ് ടു കം ഓവർ ദെയർ. അപ്പോൾ ഈ ബസ്സിലെല്ലാം ഈ ടൈ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമതൊരു ചമ്മലാണ്. അപ്പോൾ ഇത് ഊരി കളഞ്ഞിട്ട് കൊണ്ടുവരും. പക്ഷെ ഇടുക്കള സാർ അന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ 10 പേരെ പിടിച്ച് നല്ല പൊട്ടീരും തന്നു. എന്നിട്ട് ഒറ്റ വാചകം പറഞ്ഞു. അത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എടാ മോനെ, ഭാവിയിൽ ഇത് കെട്ടാൻ യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് കെട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം കെട്ടി തീർക്കുന്ന നല്ല. ദൈവം സഹായിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇൻക്ലൂഡിങ് പാരീസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ബേസ് ആ സ്കൂളാണ്. നമ്മുടെ അത് തിരിച്ച് നമ്മൾ ആ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴുള്ള ഒരു ഫീലിംഗ് അമ്മയുടെ അടുത്ത് ചെല്ലുന്ന ഒരു ഫീലിംഗാണ്. സോ
That's the reason why I am here. Yesterday, നമ്മുടെ ഒരു കൊളീഗാണ് പറഞ്ഞ ഇന്ന് നമ്മുടെ മീറ്റിംഗ് ഉണ്ടെന്ന്. Then I contacted Prima Ipan. Then she asked me to join the Facebook group. Anyway, ഇവിടെ വരാനും നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. Even though you are too younger to us, at least I have one more guy. So thank you very much. I will come back after a short break. Thank you very much, Mr. Saji. So ഇത് ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 5th ഗെറ്റ് ടുഗദർ ആണ് ദുബായിലെ. സോ വി ഹോപ്പ് അടുത്ത വർഷം ഒരു ബിഗർ വേയിൽ യു ആൾ ക്യാൻ സെലിബ്രേറ്റ് അല്ലേ, വിത്ത് ദ പ്രസൻസ് ഓഫ് യു ബോത്ത്. സോ മിസ്റ്റർ വേണു പ്ലീസ്. എൻ്റെ പേര് വേണു. ഞാൻ ടെലഫോണിക്ക കേബിൾസ് എന്ന് പറഞ്ഞൊരു കമ്പനി വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 ആൺപിള്ളേരാണ്. എൻ്റെ വൈഫ് ഡോക്ടർ ഗീത, ഹൗസ് വൈഫാണ്, ജോലിയൊന്നും ചെയ്യുന്നില്ല, മേയ്ക്കുന്നു. 83 ബാച്ചിൽ ഞാൻ ഹോളി ഏഞ്ചൽസിൽ നിന്ന് പാസ് ഔട്ടായി. ഞാൻ 2 വർഷം സ്കൂൾ ചാമ്പ്യനായിരുന്നു. ഞാൻ പഠിത്തത്തിനേക്കാട്ടിൽ കൂടുതൽ ആ ഒരു ഫീൽഡിലായിരുന്നു. കളിക്കാനായിരുന്നു, എന്നെ കളിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് എടുക്കള സാറിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയേ അടി വാങ്ങിച്ചിട്ടുണ്ടോ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കള സാറിന് പറഞ്ഞാൽ ടൈ ഇങ്ങനെ മുറുക്കി കെട്ടണം. ഞാൻ 24 മണിക്കൂർ ലൈവ് വയറാണ്. അതുകൊണ്ട് എൻ്റെ എപ്പോഴും ടൈ ഇവിടെ ആയിരിക്കും. അങ്ങോട്ട് വന്ന് പിടിച്ചങ്ങ് മുറുക്കും. എന്നോട് പറയാം, നീ പട്ടാളത്തിൽ നിനക്ക് പറ്റിയ സ്ഥലം പട്ടാളമാണ്, അവിടെ ആകുമ്പോൾ നിന്റെ ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് നടക്കും. എനിക്കും വേറെ പറയാനൊന്നുമില്ല. പിന്നെ അടി എനിക്ക് സ്ഥിരമായിരുന്നു. എല്ലാ ടീച്ചർമാരുടെ ദിവസം രാവിലെ അടി കൊള്ളാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആ ഒരു പട്ടാള ചിട്ടയായിരുന്നു. പട്ടാള ചിട്ട എന്ന് പറഞ്ഞാൽ ഞാൻ കൊട്ടാരക്കര അടുത്താണ് വരുന്നത്, എന്നും ലേറ്റായിട്ടാണ് വരുന്നത്. അന്ന് ബസ്സിൽ ഇത്രയൊന്നും. ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ 9 മണിക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ ഏനാത്തുകാർ ഒത്തിരി മാന്യന്മാരുണ്ട്, അവിടെ തടഞ്ഞിടും. അവിടെ തടഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുന്ന ഇടുക്കൽ സാറിനെ കാണാൻ ഇങ്ങനെ കയറി പോകുന്നേ. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോക്കാ. പിന്നെ ഞങ്ങളുടെ ഒന്നും വീട്ടിൽ നിന്ന് നിങ്ങളുടെ പേരൻസ് ഒന്നും വരുന്നവരെ വരത്തൊന്നുമില്ല. എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. ഞങ്ങൾക്ക് എക്സ്പേർട്ടായിരുന്നു. ലീഡർ ടീച്ചറിന് എന്നും എന്ത് പറഞ്ഞാലും റൈറ്റ് ഇറ്റ് 10 times, ബ്രിങ് ഇറ്റ് ടുമോറോ വിത്ത് ദ സൈൻ ഓഫ് യുവർ ഗാർഡിയൻ. അത് നമ്മൾ ഒപ്പിട്ടങ്ങ് വെച്ചേക്കുക. ഒരു റെസിറ്റ് എഴുതുന്ന മാതിരി ഒരു ബുക്ക് മൊത്തം ഒപ്പിട്ടങ്ങ് വെച്ചേക്കുക. എഴുതുക, ആ പേജ് വരച്ചു കൊടുക്കുക. വീട്ടുകാരുടെ യാതൊരു ഞാൻ അവരെ അങ്ങനെ വളർത്തുന്ന എനിക്കത് പ്രശ്നമില്ല. ഞാൻ യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു. എവിടെ പിള്ളേരെ വളരെ ആക്റ്റീവായിട്ട് ഞാൻ വളർത്തുന്നത്. എനിക്ക് പറ്റാത്തത്, ഞാൻ അവന്മാരെ ഇപ്പം അവന് 7 വയസ്സേ ഉള്ളൂ. അവൻ ക്രിക്കറ്റ് ഷാർജ ക്രിക്കറ്റ് അക്കാഡമിയിൽ പോകുന്നുണ്ട്. എനിക്ക് ആ സ്വാതന്ത്ര്യം ആ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. എനിക്കൊരു വലിയ വിഷമമാണ് അത്. ആ സ്കൂളിൽ നിന്ന് എനിക്ക് ഉള്ള വിഷമമായിരുന്നു. എനിക്ക് ഫ്രാങ്കായിട്ട് പറയാം, ഞാൻ ബൈപ്പാസ് കഴിഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആ സ്കൂളിൽ 10 വർഷം ഇവർക്കൊക്കെ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് ഇരിക്കാൻ നോക്കത്തില്ലായിരുന്നു. വളരെ ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് എനിക്ക് കളിക്കാൻ സമ്മതിക്കത്തില്ല. ഒരു രീതിയിലും കളിക്കാൻ സമ്മതിക്കത്തില്ല ആ സ്കൂളിൽ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു രീതിയിലില്ല. 4 മണി കഴിയുമ്പോൾ എടുക്കുക സാർ പറയാം വീട്ടിൽ പോയിക്കോണം. ഞാനല്ലേ തന്നെ ഞങ്ങൾ അന്ന് തന്നെ ബസ് കിട്ടി 4 മണിക്ക് ബസ് കിട്ടി കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുന്നത് നോർമലി 4 മണിക്ക് കിട്ടിയാൽ 6 മണിക്ക് വീട്ടിൽ ചെല്ലും അന്നത്തെ കാലത്ത്. ഇത് കളി കഴിഞ്ഞാൽ 5:30 കളി കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുന്നത് 8 മണിക്കാണ്. അതുകൊണ്ട് സാറിന് അപ്പം വീട്ടിൽ നിന്ന് കംപ്ലൈൻറ്റ് എഴുതി സാറിന് അയക്കും. നമ്മൾ താമസിച്ച് വരുന്നത്. സാറ് നോക്കുമ്പോൾ നമ്മളെ വിളിച്ച് എടുക്കൽ സാറ് പോകുന്നവരെ നോക്കിയിരിക്കും കളിക്കാൻ വേണ്ടി. പിന്നെ ചാവടി ഇവിടെ അറിയാം, ചാവടി അറിയത്തില്ലേ? അവിടെ ഒരു തോമസ് വർഗീസ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അച്ഛൻ അറിയോ? തോമസ് വർഗീസ് അവിടെ ഇപ്പോഴത്തെ അച്ഛൻ നിങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവിടെ ആയിരുന്നു ജീവിതം മൊത്തം, കളിയും കാര്യങ്ങളും എല്ലാം ആയിട്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളിനെ കുറിച്ച്. ലീഡിയ ടീച്ചർ ഉണ്ടായിരുന്നു, മറിയാമ്മ ടീച്ചർ ഉണ്ടായിരുന്നു, ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു. ഹിന്ദി ടീച്ചറൊക്കെ രസം. എല്ലാവർക്കും 8, 9, 10ാം ക്ലാസ്സിൽ നോട്ടല്ല, ഗൈഡാ. എവിടുന്നോ വരുത്തി ഗൈഡ് കൊടുക്കുക. മറിയാമ്മ ടീച്ചർ ഗൈഡാ 3 വർഷം. സാറിന് ഓർമ്മയുണ്ടോ? ഗൈഡല്ലായിരുന്നു, ഗൈഡാ. ഏതോ ഒരു ഏജൻസി ആയിട്ട് ഒരു സെറ്റപ്പാണ്.
സ്കൂൾ തുറക്കുമ്പോഴേ എല്ലാവർക്കും ഗൈഡ്. അതിനകത്ത് ചോദ്യം പഠിക്കുക, അത് എഴുതിയാലേ മാർക്ക് തരും. കെമിസ്ട്രി ടീച്ചർ, പിന്നെ ഒരു ടീച്ചർ കുവൈറ്റിലുണ്ട്. പേര് മറന്നുപോയി. റേച്ചൽ ടീച്ചർ ഫിസിക്സ് പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? നീളമുള്ള ടീച്ചറല്ലേ? ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഷേർലി, രമണി ടീച്ചർ എന്ന് അവരുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ? പാര ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു സാം, പാവം, അന്നൊക്കെ പാവമായിരുന്നു. നിങ്ങൾക്ക് ടി വി കണ്ടു കാണുന്ന പിള്ളേരല്ലേ? നമ്മുടെ കാലത്തുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ ടി വി എന്ന പിള്ളേർ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും, അവർ എക്സ്പോസ്ഡ് ആണല്ലോ. അന്നത്തെ കാലത്തെ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ കരയാൻ മാത്രമേ അറിയാവൂ. ഒരു 3ാം ക്ലാസ് വരെ ഞാൻ കരച്ചിലായിരിക്കും. ലോകം കാണുന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊണ്ട് കളയില്ലയോ സ്കൂളിൽ. അതെ അതെ, കരച്ചിലേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേരൊക്കെ എന്തൊരു സ്മാർട്ടാ. വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണമെന്ന് വെച്ചാൽ അവിടെ താർക്കാനാ, വീട്ടിൽ നമ്മൾ വടിയും കൊണ്ടിരിക്കില്ലയോ. ഓൾ റൈറ്റ്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ വേണു. ഇനി ഇപ്പം 1985 മുമ്പുള്ള 2 ബാച്ചിലെ 2 പേരാണ് ഇപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. ഇനി കുറേയും കൂടി ജൂനിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ ഇറ്റ് വിൽ ബി ഫൺ. അതിലുണ്ടോ? ഷബീർ മൈക്കിലൂടെ പറയില്ല, വന്ന സമയം മുതൽ അങ്ങനെയാ, അവിടെ ഇരുന്നിട്ട്. രണ്ട് വരി ഇല്ല. ഓക്കെ, പിന്നെ കുറച്ച് വൈകി വന്നവരുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട് ഈ ഒരു അലുമിനിയുടെ ഭാഗമായിട്ട്. സോ രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയവരെല്ലാവരും ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇവർക്ക് പെട്ടെന്ന് പോകണമെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? ഇല്ല. സോ രജിസ്റ്റർ ചെയ്യാനുള്ളവർ ഒന്നും കൂടി അവിടെ കൗണ്ടറിൽ പോയിട്ട് ഹൈഡിയായിട്ട് കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. വിൽ കണ്ടിന്യൂ വിത്ത് ദ പ്രോഗ്രാംസ്. മജീഷ്യന്റെ പെർഫോമൻസ് കഴിഞ്ഞു. വിൽ ഹാവ് എ സോങ് നൗ. അനൂപ്, എല്ലാവരും ഒന്ന് ഉഷാറാക്കണ്ടേ? അപ്പൊ ഒരു ഫാസ്റ്റ് ട്രാക്ക്. ഹലോ, ആണോ? മിസ്റ്റർ സജിക്ക് പെട്ടെന്ന് പോകണം. സോ അതുകൊണ്ട് ഇവിടെ സ്കൂളിന്റെ ഭാഗമായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും. സോ ഐ തിങ്ക് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ബാച്ചിൽ നിന്ന് ഒരാൾ ആ ഗിഫ്റ്റ് കൊടുക്കലായിരിക്കും നല്ലത്. ആരാണ്? രണ്ടായിരത്തിന് ശേഷം അല്ലെങ്കിൽ 95 ശേഷം ആരെങ്കിലും ഉണ്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്? ആരാ? പ്ലീസ് ഫ്രം ദ സ്റ്റേജിലേക്ക് ചെല്ലാം.
സ്റ്റേജിലേക്ക്, ഓൺ ദ സ്റ്റേജ്. Okay, so we'll continue with the songs. ചടുതി കട്ടീരത്തേന ചടുതി കട്ടത്തേന ചടുതി കട്ടീരത്തേന ചടുതി കടയാങ്കിടത്തൂത്തെ തപ്പ് ചടുതി ബോല തരാര ഗുഞ്ചരി കലോല കരുതി ബോല തരാര ഗുഞ്ചരി കലോല കരുതി ബോല തരാര ഹോയി ഹായോരപ്പ 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 ഹായോരപ്പ. हार दे सिंगार लेके गीते वो मिच हार दे सिंगार लेके गीते तो मिले विच बाणिये दी हट्टी विच जाके बड़दी बोल तारारा बाणिये दी अक लड़दी बोल तारारा बाणिये दी अक लड़दी बोल तारारा होई हायोरप्पा 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 दानियानु मत्ते मालंगदी अंते जानते दानियानु मत्ते मालंगदी अत्तेरी जवानी ले कोनी दे लचड़ी बोल तारारा बिर दिए हके भर दी बोल तारारा बिर दिए हके भर दी बोल तारारा होई मिट्टे बोला नाल कालिये नु किचड़ी मिट्टे बोला नाल कालिये नु किचड़ी आशिका दे दीने विच जावे रचदी बोल तारारा मेहंदी विच बीरे नचदी बोल तारारा मेहंदी विच बीरे नचदी बोल तारारा होई
चना चढ़दी धीरे तेना चढ़दी अट्टे तेना चढ़दी धीरे तेना चढ़दी चढ़े अंगी डट्टू ते तप चढ़दी बोलो तारारा बोलो तारारा जिंजरी कलोल करदी बोलो तारारा बोलो तारारा जिंजरी कलोल करदी बोलो तारारा होई हायो रब्बा हायो रब्बा हायो रब्बा താങ്ക് യു അനൂപ്. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ഉണർന്നു. നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എന്തായാലും ഈ ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച നിങ്ങളിൽ കലാകാരന്മാരെന്തായാലും ഉണ്ടാവും, കലാകാരന്മാരോ കലാകാരികളോ. സോ ഇതിൽ പാടാൻ കഴിവുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാടുക. ഷബീർ, ഇതിൽ പാട്ടുകാരെങ്കിലും ഉണ്ടോ? അല്ല, ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഹോളി ഏഞ്ചൽസിലെ പാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 4 വരി പാട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ഇല്ല. ഗായികമാരും ഇല്ല. ആരെങ്കിലൊക്കെ ഉണ്ടാവണം ഒരു 2 വരി പാടാനായിട്ട്. ഇല്ല? സംഗീത്. അതെ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒരു 4 വരി. കമോൺ. സ്റ്റേജിലേക്കൊന്നും പോണ്ട, ഇവിടെ ഇരുന്ന് പാടിയാൽ മതി. പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പാടിയ പാട്ടായാലും മതി. പുള്ളി പാടാൻ പോയതാ, നിങ്ങളൊക്കെ കൂടി കൺഫ്യൂഷൻ ആക്കി. ഇല്ലേ? അപ്പൊ ആരുമില്ലേ? വെരി ഗുഡ്. അടുത്ത കാലോട് മ്യൂസിക് എന്റെ താളത്തിന് വരത്തില്ലല്ലോ. கண்ணே கலைமானே கண்ணிமயிலன கண்டேன் உனை நானே. கண்ணே கலைமானே கன்னிமயிலன கண்டேன் உனை நானே. அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனே இதைத்தான் கேட்கிறேன். ஆரிராரோ ஓராரிரோ ஆரிராரோ ஓராரிரோ. கண்ணே கலைமானே கன்னிமயிலன கண்டேன் உனை நானே. ഇനി സംഗീതത്തിന് പാടിക്കൂടെ? ഒരാള് തുടക്കിട്ടെന്ന സ്ഥിതിക്ക് ഇനി പാടാം. യെസ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. ഓ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു,
ആ ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനി ആരുമില്ല. ഓക്കെ, നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് പോവാം. ഒരു ബാച്ചിലേഴ്സ് ഒരു 6-7 പേര് വരൂ, മുന്നോട്ട് വാ. റൺസ് പാടോ? കവിതയോ? കവിത, റൺസ് ഡിഫറെന്റ് ആയിക്കോട്ടെ. ഇല്ല, ഓക്കെ. അപ്പൊ ഒരു 6-7 പേര് മുന്നോട്ട് വാ. ഒരു ഗെയിം കളിക്കാം. അതാരാ? യെസ്, വാ, കമോൺ. പെട്ടെന്ന്, നമ്മുടെ സമയം പോകുന്നു. 9:10 10 മണി വരെ ഈ ഹാള് വിട്ട് തന്നിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കണം. സോ പ്ലീസ് ഒരു 5-6 പേര് മുന്നോട്ട് വരൂ. വി വിൽ ഹാവ് എ ഗെയിം ഫോർ ജെൻസ്. കമോൺ. നിങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് തള്ളാന്നല്ലാതെ സ്വയം എണീറ്റ് വരുന്നില്ല. എത്ര പേരായി? അല്ല, വടംവലിയില്ല. 4, 5, 6. ഓക്കെ, ബസ് 3, 4, 5, 6, 7. ഓക്കെ, വെരി ഗുഡ്. മതി. ഓക്കെ, എന്താ ഗെയിം എന്ന് പറയാം. ഞാനൊരു 30 സെക്കൻഡ്സ് സ്റ്റോപ്പ് വാച്ച് വെക്കും. ആ 30 സെക്കൻഡ്സിൽ എത്ര പ്രാവശ്യം ഈ കയറ് ഇങ്ങനെ ഉള്ളിലൂടെ ഇട്ട് അടിയിലൂടെ എടുത്ത് വീണ്ടും വിടണം. അടിയിലൂടെ എടുക്കുക, വീണ്ടും ഇടുക, അടിയിലൂടെ എടുക്കുക, അങ്ങനെ 30 സെക്കൻഡ്സ് ടൈമിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെയ്യുന്ന ആളാണ് വിന്നർ. അതൊക്കെ പോവും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. പോക്കറ്റിൽ പെന്നൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ. ഈ അറ്റമൊക്കെ ഒന്ന് പോവും. അതൊക്കെ പോവും. എന്തായി പറയുന്നത്? ഒരു അത്യാവശ്യം വണ്ണുള്ള ഒരാളുടെ സൈസിലാണ് ഞാനത് ഉണ്ടാക്കിയത് അന്ന് വന്നപ്പോ. റെഡിയല്ലേ? ആരാദ്യം സ്റ്റാർട്ട് ചെയ്യണേ? സംഗീതനൊരു പ്രൈസ് ഓൾറെഡി കിട്ടിയില്ലേ? അപ്പൊ സംഗീതം തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഒരു പ്രൈസ് കിട്ടിയ സ്ഥിതിക്ക് പരീക്ഷണമല്ല, നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോവാം. ഒരു മിനിറ്റ്, ഞാൻ സ്റ്റോപ്പ് വാച്ച് വെക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞോ, കളിക്കാത്തവരൊക്കെ ഇവിടെ ഇരിക്കണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? 1, 2, 3 സ്റ്റാർട്ട്. 1. കുറച്ചുകൂടി സ്പീഡ് ആവട്ടെ. 3, 4. ടൈം അപ്പ്. 4. സംഗീത് 4. ഒരു കയ്യടി കൊടുക്ക് സംഗീത്തിന്. അടുത്ത ആള്. അല്ല, 5 കംപ്ലീറ്റ് ആയില്ല, അപ്പോഴേക്കും ടൈം കഴിഞ്ഞു. Wait. Ready? 1, 2, 3 start. 2, 3, 4. Time up. 4. കൈയടിച്ചില്ല. പറഞ്ഞല്ലേ? ഫാസ്റ്റ് ആയിക്കോട്ടെ. രണ്ടുപേരും 4ലാണ്. 1, 2, 3 സ്റ്റാർട്ട്. 2. പോട്ടെ. 3, 4. Come on. Time up. 5 boy. Yes. 5. Ready? 1, 2, 3 start. Beltil kudungi. 1,
2, 3, 4. Come on. 5. Time up. 5. Tiebreaker 5. കുറച്ചുകൂടി ഫാസ്റ്റിൽ 6 ചെയ്താൽ പോക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റിക്കോ, തടയണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. റെഡി അല്ലേ? 1, 2, 3 സ്റ്റാർട്ട്. 1, 2, 3, 4. ടൈം അപ്പ്. ഇല്ല, 5 കംപ്ലീറ്റ് ചെയ്തില്ല. 4. ഇവിടെ കൈയടിക്കുന്നില്ല ആരും, ആ ഒരു ആള് മാത്രമേ കൈയടിക്കുന്നുള്ളൂ. ആരുമില്ല. ഒന്ന് ശ്രമിച്ചാൽ പറ്റും. ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്. Three, 4, 5. Time up. 5. ഈ 5 വെച്ചൊരു ഒരു 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 10 സെക്കൻഡിൽ നമുക്ക് നോക്കാം. 5 വെച്ചിട്ട് 5 ആരൊക്കെയാ? 5. ഓക്കെ, ബാക്കിയുള്ളവർക്ക് താങ്ക് യു. ഒരു 10 സെക്കൻഡ്സ്. ഓക്കെ, ഒരു 15 സെക്കൻഡ്. ഓക്കെ, 15 സെക്കൻഡ്. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. Two, 3, 4. Time up. 5. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 15 സെക്കൻഡിൽ 5 ആയിട്ടാ. റെഡി അല്ലേ? 1, 2, 3 സ്റ്റാർട്ട്. കുറച്ചുകൂടി സ്പീഡിൽ. 3, 4, 5, 6. Time up. 5, 6. ഇല്ലേ? ഉറപ്പാണോ? അത് പറ്റില്ല. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു. വിന്നർ പേരെന്താ? റിജോ. റിജോ ഇസ് ദ വിന്നർ. മിസ്റ്റർ വേണു, വിന്നറിനൊരു പ്രൈസ് കൊടുക്കണം. ഓക്കെ, ലേഡീസിൻ്റെ ആയിട്ടൊരു ഗെയിം. കുറേ ലേഡീസ് ഉണ്ട് ഇവിടെ. ഗെയിം ഇവിടെ വന്നാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാ. വാ, ഒരു 4-5 പേരൊക്കെ പോണം. എത്ര പേരായി? 1, 2, 3, 4, 5, 6, 7. ഓക്കെ, എന്താ ഗെയിം എന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ഒരു 35 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് ടൈം തരും. ആ ടൈമിൽ ഏറ്റവും കൂടുതൽ സ്ട്രോ നിങ്ങളുടെ തലയിൽ വെക്കുന്ന ആളായിരിക്കും വിന്നർ. ഏറ്റവും കൂടുതൽ സ്ട്രോ. അതെന്താ ഇരിക്കും? സ്ട്രോ ഇരിക്കും.
ഉറപ്പാണോ? ഒന്ന് ട്രയൽ നോക്കിയേ. ഓക്കെ, ആ ശരി. ഓക്കെ, ബാൻഡൊക്കെ എടുക്കാണ്ട് ഒരു ബാൻഡ് എടുത്തിട്ട് വന്നു. ഒരു കയ്യിൽ സ്ട്രോ പിടിക്കുക, മറ്റേ കൈ കൊണ്ട് വെക്കണം. 1 by 1 ആയിട്ട് വെക്കാൻ പാടുള്ളൂ. എടുത്തോ, കുറച്ച് സ്ട്രോ എടുത്ത് കയ്യിൽ പിടിച്ചോ, തീരുമ്പോ ഞാൻ തരാം. ഓക്കെ, 1 by 1 വെക്കാൻ പാടുള്ളൂ. അതെ, വാരിക്കോരി ഇടരുത് കേട്ടോ. 1 by 1 ആയിട്ട് വെക്കാൻ പാടുള്ളൂ. റെഡി അല്ലേ? 1 second. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. One by one. ഫോട്ടോ എടുക്കാനുള്ളവരൊക്കെ എടുത്തോ. ഇത് ഇനി പിന്നീട് കാണാൻ പറ്റുന്ന വരില്ല. ആർക്കാ സ്ട്രോ വേണ്ടത്? ടൈം അപ്പ്. സ്റ്റോപ്പ്. ടൈം അപ്പ്. നിങ്ങളുടെയൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ആ, എണ്ണുക. പാർട്ട്നേഴ്സ് വന്ന് എണ്ണുക. ഞാൻ എണ്ണാം. ഫൗള് കാണിക്കരുത് കേട്ടോ.